തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിമാല അവൾ എടുത്തു കാണിച്ചു. ഇപ്പൊ വിശ്വാസമായോ? പുള്ളി കെട്ടിയ താലിയായത്. എടി, നിന്റെ കല്യാണം കഴിഞ്ഞെന്നാണോ നീ ഇപ്പൊ എന്നോട് പറഞ്ഞത്? അമ്മി, നീ വിചാരിക്കുന്ന പോലെ ഒരു കല്യാണം ആയിരുന്നില്ല. കല്യാണം എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ അർത്ഥമുണ്ടോ? അമ്മി പ്ലീസ്, അമ്മി ഞാൻ പറയട്ടെ പ്ലീസ്, നീ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ. പിന്നെ എന്താ ഞാൻ ചെയ്യണ്ടേ? എടി, നീ അവന് പണം ഓഫർ ചെയ്തോ? അവൻ്റെ ഫസ്റ്റ് മാരേജാ. നിനക്ക് തോന്നുന്നുണ്ടോ അവൻ നിന്നെ ഇഷ്ടപ്പെടുമെന്ന്? ആമി എന്ന് കരുതി അവൻ നിന്നെ പ്രണയിക്കുന്നു നീ എന്തിനാ തെറ്റിദ്ധരിക്കുന്നേ? അവിടെ നീ തോറ്റുപോകും. സത്യം കേൾക്കുമ്പോൾ നമുക്ക് വേദനിപ്പിക്കുമെങ്കിലും സത്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ യാഥാർത്ഥ്യത്തിന് മുന്നിൽ കണ്ണടയ്ക്കാൻ പറ്റില്ല. അത് കൺ തുറന്ന് കണ്ടേ പറ്റുള്ളൂ. സ്വന്തം ബെഡ്റൂമിലേക്ക്. എനിക്കറിയില്ല നിനക്ക് എന്താ പറ്റിയേ? നീ ഇങ്ങനെ ഒരു കുട്ടി ആയിരുന്നില്ലല്ലോ. ഞാനവൻ്റെ കൈയും കാലും രാത്രി കെട്ടിയിടും. നീ കെട്ടിയിട്ട് ഞാൻ തന്നെയാണ് രാവിലെ കെട്ടയച്ച് വിടുന്നത്. അപ്പം നീ എന്നെ ഇതുവരെ അവൻ തൊട്ടിട്ടില്ല അല്ലേ? നിന്റെ തലയിൽ ബുദ്ധി തീരെയില്ലെന്ന് പണ്ടൊരു ദിവസം എനിക്ക് തോന്നിയായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി അങ്ങനെ അല്ലായിരുന്നു എന്ന്. ഇപ്പം എനിക്ക് മനസ്സിലായി നിന്റെ തലയിൽ മൊത്തം കുബുദ്ധിയാണെന്ന്. വെറുതെ മനുഷ്യന്മാർക്ക് ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി നീ വന്നതുപോലെ ആയിപ്പോൾ എനിക്ക്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുമ്പോൾ കുറച്ചൊക്കെ ടെൻഷൻ അടിക്കണം. നീ എന്താ ചെയ്തു വെച്ചെന്ന് വല്ല ബോധം നിനക്കുണ്ടോ? അയ്യോ, നീ പ്രശ്നമൊന്നും ആക്കല്ലേ ആമേ. ഇന്നത്തെ കാലത്ത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. എടി, പ്രേമിക്കുമ്പോൾ അങ്ങനെയടി. അവനാണ് പാവം, അവനാണ് ലോകം. അവനേക്കാളും നല്ലവൻ ഈ ലോകത്ത് വേറെ ആരുമില്ല, അവൻ മഹാത്മാഗാന്ധിയാണെന്ന് വരെ പറയും. നീ തമാശയ്ക്ക് കല്യാണം കഴിക്കുക, ബെഡ്റൂമിൽ അവനെ കെട്ടിയിട്ട് കിടന്നുറങ്ങാം. എന്തൊക്കെയാ നീ ചെയ്ത്? മനസ്സിലാക്ക്. നീ എനിങ്ങനെ കുറ്റപ്പെടുത്തല്ല. ഞാൻ പറഞ്ഞില്ല, 2 തല്ല് തരികയാണ് വേണ്ടത്. നിന്റെ എന്തോന്നു പ്ലീസ്. എനിക്ക് ദേഷ്യം ഇങ്ങനെ കേറി വരുന്നുണ്ട്. ഒരു ബുദ്ധിയും ബോധമുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണോ നീ ഇപ്പം ചെയ്തത്? എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പലതും കേട്ടിട്ട് നാണക്കേട് തോന്നുന്നു മീനു. ഈ ഭാഗം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും.